ബഹുമാന്യരായ ഹൈക്കോടതി നിയമസഹായ കേന്ദ്രമായ ഹൽസയുടെ ഓഫീസ് അധികാരികളെ, ഈ ഓഫീസുമായി ബന്ധപ്പെട്ട വക്കീലുമാരെ, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് അധികാരികളെ, 2026 ഏപ്രിൽ 28 ഞങ്ങളുടെ തീരാ ദുഃഖാവസ്ഥയിലെ ഹൈക്കോടതിക്ക് മുന്നിലെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുക. പ്രായമായ മരിക്കാനായി കിടക്കുന്ന എൻ്റെ അമ്മയെ കാണാനും പരിചരിക്കാനുമുള്ള അവകാശങ്ങൾ നിഷേധിച്ചവരും അതിന് കൂട്ടുനിൽക്കുന്ന പോലീസ് അധികാരികളും ആരൊക്കെയാണെന്ന് ബഹുമാനപ്പെട്ട ജഡ്ജിയെ ബോധ്യപ്പെടുത്തി അമ്മയെ ഞങ്ങൾക്ക് കാണാനും പരിചരിക്കാനുമുള്ള കോടതി ഉത്തരവ് ഉടനടി കിട്ടുന്നതിനു വേണ്ടിയാണ് 2026 മാർച്ച് 10 ഹൈക്കോടതി ഹൽസയുടെ ഓഫീസിൽ ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളോട് കാട്ടിയ കൊടും ക്രൂരതയെക്കുറിച്ച് 2026 ഏപ്രിൽ 26 വിവിധ വിഷയങ്ങളടങ്ങിയ ഒരു വീഡിയോ സ്നേഹാലയ സ്വാമിനാഥൻ യൂട്യൂബ് ചാനലിലോ സ്നേഹാലയ വേൾഡ് ഫാമിലി ഫേസ്ബുക്ക് യൂട്യൂബിലോ നിങ്ങൾ കാണുക. ഞങ്ങളുടെ അമ്മയെക്കുറിച്ചോർത്ത് ഈ ദിവസം മുഴുവൻ ഹൈക്കോടതിക്ക് മുൻപിൽ ഞങ്ങളുണ്ടാകും. കാരണം എന്താണെന്ന് നിങ്ങളും ഹൈക്കോടതി ന്യായാധിപരും ലോകമാനവ സമൂഹവും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു തീരാ ദുഃഖ വീഡിയോ ആണിത്. ഞങ്ങളെ തീരാ ദുഃഖത്തിലേക്ക് ആഴ്ത്തി ഞങ്ങളുടെ അമ്മ മരണമെന്ന നിത്യതയിലേക്ക് ആഴ്ന്നു പോയെന്ന മഹാസത്യം ഇന്നലെ രാത്രി 10:42 ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളുടെ അമ്മയെ കാണാനും പരിചരിക്കാനുമുള്ള ഞങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയും തകർത്തെറിഞ്ഞ് ഹൽസയുടെ ഓഫീസ് അധികാരികളെ, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് അധികാരികളെ, മാനവ നന്മയ്ക്കായി ഞാൻ വാങ്ങിയ 7 സെൻറ് സ്ഥലവും അമ്മയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഇപ്രകാരമാണ്. ബഹുമാന്യരായ പുത്തൻകുരിശ് DYSP, കൂത്താട്ടുകുളം CI, 2026 ഫെബ്രുവരി 8 ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യത്തിൽ ഉടനടി നടപടിയെടുക്കണമെന്ന് വളരെ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. 1995 മാനവ നന്മയ്ക്കായി ഞാൻ വാങ്ങിയ 7 സെൻറ് സ്ഥലത്തുള്ള എൻ്റെ കെട്ടിടത്തിലുള്ള പ്രവേശനം നിരോധിച്ചുകൊണ്ട് സ്നേഹാലയ തിരുക്കുറൽ വിരുദ്ധ പ്രവർത്തകരായവർ 2024 ആഗസ്റ്റ് 16 ശിവാനന്ദൻ സ്ഥാപിച്ച ജ്ഞാനമഠവും ഈ കെട്ടിടത്തിൻ്റെ മുന്നിൽ കറുത്ത പടത കൊണ്ട് മറച്ചിരിക്കുകയാണ്. നിങ്ങളടക്കമുള്ള ബന്ധപ്പെട്ട മേലധികാരികൾക്കെല്ലാം ഞാൻ പരാതി കൊടുത്തിട്ട് അന്നത്തെ DYSPയും CIയും ഇവർക്ക് കൂട്ടുനിന്ന് മേലധികാരികൾക്ക് എനിക്കെതിരായ റിപ്പോർട്ട് സമർപ്പിച്ച് 2025 ഏപ്രിൽ 15 എനിക്ക് വധഭീഷണി അടക്കമുള്ള പരാതികളും മറ്റു വിഷയങ്ങളും ബഹുമാനപ്പെട്ട DGPക്ക് ഞാൻ നേരിട്ട് സമർപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അഡീഷണൽ DGP പുത്തൻകുരിശ് DSPയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, സ്വാമിനാഥൻ അത്യാവശ്യമായി ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടാൽ പരാതി എഴുതി തരണമെന്ന് ആവശ്യപ്പെടാതെ സ്വാമിനാഥനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് DYSP സമ്മതിച്ചിരുന്നു. അത്യാവശ്യമായ കാര്യങ്ങളുണ്ടായാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് അഡീഷണൽ DGP എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ വളരെ അടിയന്തരമായ വിഷയം ഇപ്രകാരമാണ്. പ്രായമായ കിടപ്പിലായ എൻ്റെ അമ്മ 6 വർഷമായി എൻ്റെ സഹോദരിയുടെ സംരക്ഷണത്തിലായിരുന്നു. സഹോദരിയുടെ വീട് പൊളിച്ചു പണിയുന്നതിനാൽ അമ്മയെ ഇന്നലെ വൈകുന്നേരം ഈ കെട്ടിടത്തിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് സഹോദരി എൻ്റെ ഫോണിലേക്ക് വിളിച്ച് അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വല്യമ്മച്ചിയെ ഞങ്ങൾക്ക് കാണണം. എത്രയും വേഗം ഈ പടുത അഴിച്ചു മാറ്റിയേ പറ്റൂ. ഈ പടുത കെട്ടിയവരെ കൊണ്ട് എത്രയും വേഗം അഴിച്ചു മാറ്റിക്കണമെന്ന് വീണ്ടും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നിയമസഹായ വേദിയും ഗവൺമെൻറ് വക്കീലും ഞങ്ങളെ കൈവിട്ടപ്പോൾ വിവിധ വിഷയങ്ങളടങ്ങിയ ഞങ്ങളുടെ പരാതികൾ ന്യായാധിപരിലേക്ക് എത്തി ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനായി ഞങ്ങൾ ഹൈക്കോടതി സമരത്തിലാണ്. ഒന്നുകിൽ നീതി, അതല്ലെങ്കിൽ ഹൈക്കോടതിക്ക് മുന്നിലുള്ള എൻ്റെ മരണം എന്ന ഉറച്ച തീരുമാനത്തോടെ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പ്രവർത്തിക്കുകയാണ്. പ്രപഞ്ചം നിറഞ്ഞ സ്നേഹത്തോടെ സ്നേഹാലയ സ്വാമിനാഥൻ. ഇതുപോലൊരവസ്ഥ ഈ ലോകത്തും മറ്റാർക്കും ഉണ്ടാകരുതെന്നും മാത്രമേ ഞങ്ങൾക്കിനി പറയാനുള്ളൂ. നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരയാത്ര തുടരും. ജനാധിപത്യ മൂല്യങ്ങളടങ്ങിയ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു പുൽക്കൊടിയുടെ വില പോലും കൽപ്പിക്കാത്ത നിങ്ങളെ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് ലോകമാനവ സമൂഹം തന്നെ തീരുമാനിക്കട്ടെ.
ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പ്രപഞ്ചം നിറഞ്ഞ സ്നേഹത്തോടെ സ്നേഹ ആര്യ വേൾഡ് ഫാമിലി.